നല്ല സ്പൈസി ആയിട്ട് എന്നാൽ അധികം ഗ്രേവി ഇല്ലാത്തൊരു ഞണ്ട് റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ 2 ഞണ്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്കത് മാറ്റി വെക്കാം. ഇനി മസാല റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ജീരകം, പച്ചമുളക്, നല്ലോണം നേരിയതായിട്ട് അരിഞ്ഞ സവാള, തക്കാളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റി നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ ആയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ സവാള മൂപ്പിച്ചെടുക്കാം. മസാല ഇതേപോലെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം. വന്ന് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ കഴുകി വെച്ചിരുന്ന ഞണ്ടും കൂടി ഇട്ടിട്ട് നല്ലോണം ഈ മസാല ഒന്ന് ഞണ്ടിലൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. സ്വീറ്റ്നെസ് ഇഷ്ടമില്ലാത്തവർ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഇത്രയും മസാല ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് നല്ലോണം വേവിക്കാം. അപ്പോൾ ഇതാ നല്ല സ്പൈസി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡിയാണ്. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.